ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഹെൽത്തി ഡ്രിങ്ക് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കണം. സിമ്പിളാണ്. ഇനിയും എന്നാൽ എത്രയും വേഗം വിശപ്പൊക്കെ മാറിയിട്ട് കുറച്ച് ടയേർഡ്നെസ്സും ഒക്കെ മാറിയിട്ട് കുറച്ച് ഹെൽത്തി ഡിഷസ് ഉണ്ടാക്കാനാണ് കുറച്ചും കൂടി ഒരു നല്ലത്. കുറച്ച് ഫ്രൂട്ട്സ്, നട്ട്സൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഉള്ള ഒരു ഡ്രിങ്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ലതുമാണല്ലോ. രാവിലെ തന്നെ അങ്ങനെ ഹെവി ആയിട്ട് കഴിക്കാനൊന്നും തോന്നില്ല. ഒന്നാമത് ഉഷ്ണവും ചൂടും ഒക്കെ കാരണേ വല്ലാതെ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാനും അങ്ങനത്തേനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുറച്ച് ഹെൽത്തി ആയിട്ട് ഇതാക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമ്മൾ ഒരു സ്പെഷ്യൽ ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇവിടെ നാട്ടിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനം വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി കാണുക, എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണ എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ ഇനി ഇതിൻ്റെ ഈ ചെറിയൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കാം. ഓക്കെ. അപ്പോൾ ഈ ഒരു സൂപ്പർ പവർ ഡ്രിങ്കിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു മണിക്കൂർ മുന്നേ തന്നെ കുറച്ച് സാധനങ്ങളൊന്ന് സോക്ക് ചെയ്യാൻ വെക്കണം. ഭയങ്കര അടിപൊളി ഹെൽത്തി ആയിട്ടും ഡെയിലി ബേസിസിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുകയും അല്ലെങ്കിൽ ഡിന്നറിൻ്റെ സ്ഥാനത്ത് ഉപയോഗിക്കുകയും അല്ല വ്രതം എടുക്കണ ആൾക്കാർക്ക് ഒന്ന് വേറെ ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ ഈ ഒരു ഡ്രിങ്കിൽ തന്നെ ഫുൾ ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസ് ഇട്ടിട്ട് നമുക്ക് ഉണ്ടാക്കി കഴിക്കാനും നല്ല ആരോഗ്യത്തിനും പറ്റിയൊരു ഡ്രിങ്കാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇതാണ്. മഖാന എന്ന് പറയും, കേട്ടിട്ടുണ്ടാവും. മഖാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താമര വിത്ത്. അപ്പോൾ ഇതിപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആട്ടോ എല്ലാവർക്കും. മഖാന താമര വിത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റോസ്റ്റ് ചെയ്യാത്തതാണ് കേട്ടോ, പച്ചയാണ്. ഇതുകൊണ്ട് ഇഷ്ടം പോലെ റെസിപ്പീസ് ഉണ്ടാക്കാൻ ബെസ്റ്റ് സാധനമാണ്. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റം കൂടിയാണ് ഈ മഖാന. അപ്പോൾ ഇതിൻ്റെ കുറേ റെസിപ്പീസ് ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഇത് ബെസ്റ്റ് ഫുഡാണ് വ്രതത്തിനും അല്ലാതെ ഡെയിലി ലൈഫിൽ നമുക്ക് ഉപയോഗിക്കാനും ഒക്കെ പറ്റിയതാണ്. ഇത് ഞാനൊരു 1/2 കപ്പാണ് എടുത്തിരിക്കുന്നത് ഈ ഡ്രിങ്കിന് വേണ്ടിയിട്ട്. പിന്നെ അതിലേക്കൊരു 3 ഡേറ്റ്സ് ആണ്. അത് ഞാൻ കുരു മാറ്റിയതാണ്, കട്ട് ചെയ്തിട്ട് കേട്ടോ. അതും ഇടുന്നുണ്ട്. അപ്പോൾ അത് കഴുകി എടുത്തതിന് ശേഷം ഒരു 5-6 ഉണക്കമുന്തിരി ഇടുന്നുണ്ട്. ഇതിനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ഏലക്കായും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ഇടുന്നുണ്ട്. പിന്നെ ഒരു 3 കാഷ്യൂനട്ട്, ഒരു 4 ബദാമും. തന്നെ മനസ്സിലായില്ലേ ഇനി ഇത് എത്രത്തോളം ഹെൽത്തിയാണ് എന്നുള്ളത്. ഇതിൻ്റെ കൂടെ ഇത് ആദ്യം നമ്മൾ ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കണം. സോക്ക് ചെയ്യണത് ഞാൻ പാലിലാണ്. ഈ പാല് പറ്റില്ല എന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിലും ചെയ്യാം. പാലാണ് കുറച്ചും കൂടി ബെസ്റ്റ്, ഹെൽത്തി ആയിട്ടും പിന്നെ കഴിക്കാനും പിന്നെ നല്ല ടേസ്റ്റിയും ആണ്. അപ്പോൾ ഇതൊന്ന് സോക്കായി വരട്ടെ. ഒരു 1 മണിക്കൂറോളം എന്തായാലും ഇരിക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ ഈ കുതിർത്താൻ വെച്ച ഈ ഐറ്റംസൊക്കെ നന്നായി സോക്കായി വന്നിട്ടുണ്ട്. നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായാണ് ഞാൻ ഇവിടെ വെച്ചിരിക്കണം. ഇഷ്ടത്തിനനുസരിച്ച് പട്ട, സിനമൺ പൗഡർ വെച്ചാൽ അതും ചേർക്കാം കേട്ടോ. ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം കൂടി ഇട്ടിട്ട് അടിക്കാൻ. വേറെയും ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട്, ഫ്രൂട്ട്സൊക്കെ ഇടുന്നുണ്ട്. അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഫ്രൂട്ട് വാങ്ങിച്ചാലും ചേർക്കാം. നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. എനിക്ക് ഈ കുതിർത്താൻ ഇട്ട ഐറ്റംസും ആ പാലും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ഇട്ടിട്ടുണ്ട്. ഇത് ഒട്ടും കുക്കിംഗ് പ്രോസസ്സേ വേണ്ടാത്തൊരു ഹെൽത്തി ഡ്രിങ്കാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കും, നല്ല ടേസ്റ്റാണ്. രാവിലെ ഇത് മാത്രം കുടിച്ചാൽ മതി, നമുക്ക് വേറെ ബ്രേക്ക്ഫാസ്റ്റിന് വേറെ ഒന്നും ഇല്ലെങ്കിലും പ്രശ്നമില്ല. അപ്പോൾ അങ്ങനത്തെ ചില ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ ഒക്കെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ നല്ലതാണ്. പിന്നെ ഞാനിപ്പോൾ സീസണൽ ഫ്രൂട്ടല്ലേ, അപ്പോൾ നമ്മുടെ മാംഗോ ആണ് ഇടുന്നത്. ഇനി നിങ്ങൾക്ക് ആപ്പിളാണെന്ന് വെച്ചാൽ ആപ്പിൾ ഇടാം. പിന്നെ മറ്റേ ചിക്കു ഉണ്ടല്ലോ, സപ്പോട്ട, അതാണെന്ന് വെച്ചാൽ അത് ഏത് കാണിച്ചാൽ അവരവരുടെ സീസണൽ ഫ്രൂട്ട് ഏതാണെന്ന് വെച്ചാൽ ഓറഞ്ച് അങ്ങനത്തെ പുളിപ്പുള്ള അത് മാത്രം ഇടണ്ട, ബാക്കി ഏത് ഫ്രൂട്ട് വാങ്ങിച്ചാലും ചേർക്കാം. ഒരു ചെറുപഴവും കൂടി ചേർക്കേണ്ടതിലേക്ക്.
നേന്ത്രപ്പഴമാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ നേന്ത്രപ്പഴത്തിൻ്റെ പകുതി എടുത്താൽ മതി. ഇത് ചെറുപഴമാണ്, അതുകൊണ്ട് ഒരെണ്ണം എടുക്കുന്നുണ്ട്. അതൊന്ന് മുറിച്ചിട്ടു അരയാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇനി ഇതൊന്ന് ആദ്യം അരച്ച് കൊണ്ടിട്ട് അതിന് ശേഷം വേണം നമുക്ക് ബാക്കി പാലും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ 1 കപ്പ് ആദ്യം നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിരുന്നു, ഇനി 1 കപ്പും കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ അരഞ്ഞ് കിട്ടിയതിന് ശേഷമാണ് ചേർക്കുള്ളൂ, അല്ലെങ്കിൽ നേരെ അരഞ്ഞ് കിട്ടില്ല. നമ്മുടെ ഡേറ്റ്സ്, ബദാം, കാഷ്യൂനട്ടൊക്കെ ഇട്ടതല്ലേ, അപ്പോൾ അതൊന്ന് അരച്ച് കൊണ്ടിട്ട്. അപ്പോൾ അത് നല്ല തിക്കായിട്ടാണ് വന്നിരിക്കുന്നത്, കണ്ടോ തിക്നെസ്. അത് നമ്മൾ ഈ മഖാനയൊക്കെ ചേർത്തുമല്ലോ, ഇതിനൊക്കെ നല്ല കൊഴുപ്പാണ്. പിന്നെ നട്ട്സ് ഇട്ടു, നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള നട്ട്സ് ഇടാം കേട്ടോ. ഏതാ പിസ്താഷ്യോ ഒക്കെ ചേർത്ത് വെച്ചാൽ അതൊക്കെ ഇടാം. ഇവിടെ ഞാൻ ബദാമും കാഷ്യൂനട്ടും തന്നെയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒട്ടും ഇതിൽ മധുരം എക്സ്ട്രാ ചേർത്തിട്ടില്ല ഞാൻ. ഷുഗറോ ജാങ്കിരിയോ ഒന്നും ചേർത്തിട്ടില്ല. ഓൺലി നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള പഴങ്ങളുടെയും ഡേറ്റ്സിൻ്റെയും ഒക്കെ മധുരം തന്നെയാണ്. ഇനി ബാക്കി പാലും കൂടി ഒന്ന് ഒഴിച്ചിട്ട് നമുക്ക് ഒന്നും കൂടി മിക്സ് ചെയ്യാം. അപ്പോൾ ഒരു കൺസിസ്റ്റൻസി ഒന്നും കൂടി ലൂസായി കിട്ടും. ഇനി ഒന്നും കൂടി ഒന്ന് അടിക്കട്ടെ. അപ്പോൾ നമ്മുടെ ഹെൽത്തി ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഇതെന്താ അങ്ങനെ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ്. ഈ ഒരു അളവിൽ ഇതാക്കുകയാണെന്ന് വെച്ചാൽ നമുക്കൊരു 2 ഗ്ലാസ് ഉണ്ടാവും കേട്ടോ. ഇനി വേണമെച്ചാൽ ഇത്രയും തിക്ക് വേണ്ടാന്നുള്ളവർക്ക് ഒന്നും കൂടി പാല് വേണ്ടെങ്കിൽ വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കാം കേട്ടോ. ഇത് കുറച്ച് ഹെവിയാണ്. അപ്പോൾ വിശപ്പ് നമുക്ക് ഉച്ചവരെയൊക്കെ ഒന്ന് പിടിച്ച് നിൽക്കാൻ പറ്റിയൊരു ഡ്രിങ്കാണ്. അപ്പോൾ രാവിലെ വേറെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ ഈ ഒരു ഡ്രിങ്ക് മതി. രാവിലെ എന്നല്ല, വൈകുന്നേരം ഡിന്നറിൻ്റെ സമയത്ത്, ഡിന്നറൊക്കെ നേരത്തെ കഴിക്കുന്നുണ്ടാവും. 7 മണി ഒക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ഡിന്നർ കഴിഞ്ഞിരിക്കണം. അപ്പോൾ അങ്ങനത്തെ സമയങ്ങളിലൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഹെവി ഡിഷാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ നട്ട്സ് കുറച്ച് നന്നായിട്ട് ഇടുന്നുണ്ട്. ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഹെൽത്തി ആയിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുക. അപ്പോൾ ഇനി പുതിയൊരു ഡിഷായിട്ട് അടുത്തൊരു വീഡിയോയിൽ വരാം. ഓക്കെ, താങ്ക് യു.